ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് വന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കി. ഇന്ന് ഇച്ചിരി മഴ കുറവുണ്ട്. നമുക്കിവിടെ കുറേ ദിവസമായിട്ട് നല്ല മഴയാണ്. ഇവിടെ എന്നല്ല, എല്ലാ സ്ഥലത്തും നല്ല മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ രാവിലെ മേലേന്ന് എണീച്ച് വരുമ്പോൾ തന്നെ ഷുട്ടൂനെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ താഴെ സോഫയിൽ കിടത്തും. അവിടെ കിടന്ന് എന്താണെന്നറിയില്ല, അവൾ നല്ലപോലെ ഉറങ്ങും. സോഫ ശരിക്കും അവൾക്ക് ഭയങ്കര കംഫർട്ട് സോണാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടേ ഉറക്കി കിടത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എണീച്ച് അപ്പം തന്നെ ഞാൻ താഴെ എത്തുന്നതിന് മുന്നേ തന്നെ വിളി വരും. കാരണം അവൾക്ക് എപ്പോഴും ഞാൻ അടുത്ത് വേണം, ഉറങ്ങുന്ന സമയത്താണെങ്കിലും എന്തിനാണെങ്കിലും. അങ്ങനെ ഇതാ രാവിലെ ഞാൻ വെറുതെ കിച്ചണിലൊക്കെ പോയി നോക്കിയപ്പോഴേക്കും അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പുട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റൂ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ നമ്മൾ ആ ഒരു പരിപാടിയിലേക്കൊക്കെ നോക്കാൻ തുടങ്ങി. അത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു, നോക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ കുറച്ച് സമയം പോയിട്ട് അപ്പുറം ഷുട്ടു എന്തോ അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഇരുന്നു. അപ്പോൾ തന്നെ ആൾ പിന്നെയും ഉറങ്ങി. പിന്നെ നമ്മുടെ രാവിലത്തെ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും മുട്ട കഴിക്കാറുണ്ട്. നാടൻ മുട്ട അങ്ങനെ അധികം കിട്ടാനില്ല, അതുകൊണ്ട് നമ്മളിപ്പം വൈറ്റ് എഗ്ഗ് തന്നെയാണ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടപ്പൻ പോകേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞാൻ ആൾക്ക് കട്ടനാണ് രാവിലെ വലിയ ഇൻട്രസ്റ്റ്. കാരണം പുറത്ത് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പം തന്നെ ചായ കുടിക്കും. അതുകൊണ്ട് രാവിലെ കട്ടൻ മതി എന്നാണ് എപ്പോഴും പറയാറുള്ളത്. സോ ഞാനത് പ്രിപ്പയർ ചെയ്യുന്ന തുടങ്ങി. ആൾ പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ ആൾ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഞാനും ചായ കുടിക്കും പെട്ടെന്ന് തന്നെ. ഞാൻ രാവിലെ തന്നെ ഈ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാത്രമേ ഈ ഫുഡ് എന്ന് പറയുന്ന സാധനം എന്ത് തന്നെയായാലും കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഈ ബെഡ് കോഫിയുടെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബെഡ് കോഫിയോ ബെഡ് ചായയോ ഒന്നും കുടിക്കില്ല. ഇവിടെ രാവിലെ അച്ചാച്ചനും അമ്മമ്മയും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും രാവിലെ ചായ, വെറും വയറ്റിൽ ചായ കുടിക്കും. എനിക്കത് ഞാൻ അത്ര ശീലമാക്കിയിട്ടില്ല. കാരണം ഈ മൈഗ്രെയിനിൻ്റെ പ്രശ്നവും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ശീലങ്ങളൊക്കെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദന ട്രിഗറാവും. സോ ഞാനത് ചെയ്യാറില്ല. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് തന്നെ ഷുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്. എന്താ എല്ലാ കുട്ടിയോടും ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അമ്മമാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോഴേക്ക് തന്നെ എണീക്കാൻ തുടങ്ങും. സോ ഞാൻ അവിടെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് എഗെയിൻ സോഫയുമ്പോൾ തന്നെ കിടത്തി. അമ്മ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി നേരത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശക്കും രാവിലെ ആകുമ്പോഴേക്കും. അപ്പം ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ആവുമായിരുന്നു, ഒരു 9:30 ഒക്കെ ആവുമായിരുന്നു. അപ്പോഴേക്ക് തന്നെ വിശന്ന് വയറൊക്കെ ഒരു മാതിരിയാവും. സോ ഞാൻ അധികവും ഇപ്പം പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങും. ഞാൻ അച്ചാച്ചനും അമ്മമ്മയും കഴിക്കുന്ന ആ സമയത്ത് തന്നെ ഞാനും കൂടെ അവരുടെ കൂടെ ചായ വെച്ച് ഞാനും കുടിക്കും. അമ്മ പിന്നെയാണ് കഴിക്കുക. അവരാരും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാനും അമ്മയും എന്താ പറയുക ഒന്നിച്ചായിരുന്നു കുടിക്കാറുള്ളത് ചായ. ഇപ്പം അവരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ അമ്മയ്ക്ക് കുടിക്കാൻ പറ്റാറുള്ളൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുട്ടു എണീച്ച് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുമ്പോഴേക്കും 10-10:30 അപ്പോൾ അപ്പോഴേക്കും തന്നെ എനിക്ക് തലവേദനയൊക്കെ ഏകദേശം വരാൻ തുടങ്ങും. മൈഗ്രെയിൻ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ചെറിയൊരു കണ്ടം വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജോലിക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കുമ്പോഴേക്കും അടുത്ത വിളി എനിക്ക് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേന്ന് വിളിക്കുന്നുണ്ട് ഒരാൾ അവിടുന്ന്. ഇനിയിപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് ആളിനെ ചെറുതായിട്ടൊന്ന് എണീപ്പിച്ച് സെറ്റാക്കി വിടണം. ഓൾമോസ്റ്റ് ഷുട്ടുവിനെ ഞാൻ പ്ലേ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അവൾക്ക് ഈ മഴയും പ്രശ്നങ്ങളും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇത് ആളെ ഫ്രഷാക്കി ഒന്ന് മേലൊക്കെ തുടപ്പിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ഇടിച്ച് ഇനിയിപ്പം താഴെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം കളിക്കും. എനിക്ക് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോവും. രാവിലത്തെ ഡിസ്പാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു. രാവിലെ തന്നെ ഞാൻ രാത്രി തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പാക്ക് ചെയ്ത് വെക്കും. രാവിലെ എനിക്ക് അത്ര സമയം ഉണ്ടാവില്ല. ഇവളെ എണീച്ചൊക്കെ വരുമ്പോഴേക്കും ഒരു ടൈം ആവും പിന്നെ. അപ്പോൾ പിന്നെ അത് ഹറിബറി ആയിരിക്കും. അപ്പോൾ എത്ര ലേറ്റ് ആയാലും ഞാൻ രാത്രി തന്നെയാണ് പാക്കിങ്ങും സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് മുടി വളർന്നിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ആൾക്ക് ജലദോഷം പിടിച്ചിട്ടായതുകൊണ്ട് തല അങ്ങനെ കഴുകി കൊടുക്കാറില്ല ഞാൻ. കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെ എണ്ണ തേക്കില്ല. മീൻസ് എണ്ണ തേച്ചാൽ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ കഴുകി കളയണമല്ലോ. ഇത് പെട്ടെന്ന് ഇവിടെ വിയർപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു പാട്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ നല്ലപോലെ പാറി കിടക്കുന്നുണ്ടായിരുന്നു.
മെസ്സി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ജലദോഷം പിടിച്ച് നല്ല രീതിയിൽ ആൾ ടയേർഡാണ്. ഡെയിലി ഈ കുളിപ്പിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. കുളിപ്പിക്കാണ്ട് ഇരിക്കാനും പറ്റില്ല അവളെ, കാരണം അത്രയും കളിച്ച് വേർത്ത് ഒരു വിധമായിട്ടുണ്ടാവും തലയൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവളെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഭയങ്കര സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നോർമൽ ഒരു സിറം ഇട്ടു, പിന്നെ നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുത്തു. ഇന്ന് മെയിനായിട്ട് എനിക്കൊരു ക്ലീനിങ് ഡേ ആണ്. ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി അതിന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ഡേയ്സ് എങ്കിലും ഞാൻ മേലെ അടിച്ച് വാരി തുടക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഈ വീഡിയോസിൻ്റെ തിരക്കും കാര്യങ്ങളും നമ്മുടെ സീസണും ഒക്കെ ആയതുകൊണ്ട് തീരെ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട്. സോ ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ് പരിപാടിയാണ് ഉള്ളത്. ഷുട്ടൂനെ ഞാൻ ഫുഡ് കഴിപ്പിച്ച് ഒരു സൈഡിലേക്ക് ആക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റാവും. എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലേ, ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് രാവിലെ അവൾ എണീച്ച പാടെ തന്നെ ഒന്നും കഴിക്കാനൊന്നും വേണ്ടി വരില്ല, കറിയൊന്നും കൂട്ടില്ല, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്നും രണ്ടും പറഞ്ഞ് കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു ഫുഡ് ഒന്ന് കഴിപ്പിച്ചെടുക്കണമെങ്കിൽ. റൂം മൊത്തം മെസ്സാണ്. അവളുടെ കുറേ കളിപ്പാട്ടങ്ങൾ ഓരോ പോക്കിനും വരവിനും താഴെയുള്ളത് മേലേക്കും മേലെയുള്ളത് താഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുത്ത് ഉരുട്ടൽ തന്നെയാണ് ആളുടെ പരിപാടി. അപ്പോൾ എല്ലാം നല്ല മെസ്സായി കിടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വലിയ ഷീറ്റും നമ്മുടെ പുതക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി. അല്ലെങ്കിൽ അതിനകത്ത് മൊത്തം പൊടിയാവും, കാരണം അതൊന്നും എപ്പോഴും വാഷബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. പിന്നെ മൊത്തം പൊടിയുള്ളതുകൊണ്ട് മൊത്തം ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കും. ഇതൊക്കെ നമ്മുടെ പൊടി നല്ലപോലെ നിൽക്കുന്ന ഏരിയാസാണ്. അപ്പോൾ ഞാൻ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ഇതൊക്കെ വീക്ക്ലി ട്വൈസ് എങ്കിലും തുടച്ച് കളയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി പോവില്ല. എങ്ങനെയായാലും റൂമിൽ ഇങ്ങനെ പൊടി തങ്ങി നിൽക്കും, അലർജിക് പ്രശ്നങ്ങൾ വരും, അത് ഇത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് നല്ലപോലെ എയർ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ രണ്ടാളുടെയും മുടി നല്ലപോലെ കൊഴിയുന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടാളും. അപ്പോൾ ഇഷ്ടംപോലെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഷുട്ടൂൻ്റെ അല്ല, എൻ്റെയും കുട്ടപ്പൻ്റെയും. ആളുടെയും മുടി അത്യാവശ്യം നല്ലപോലെ കൊഴിയുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മുടിയാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി. ഇതൊക്കെ ഷുട്ടൂൻ്റെ ചെറിയ ഡ്രോയറാണ്. അവിടെ കാര്യമായിട്ട് നമ്മുടെ മരുന്നും ഇതൊക്കെ വെക്കുന്ന സ്ഥലങ്ങളും അതൊക്കെയാണ്. കാർപ്പറ്റിലൊക്കെ നല്ല പോലെ പൊടിയുണ്ട്. സോ അതൊക്കെ ഒന്ന് തട്ടി മിനുക്കി വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ താഴത്തെ ടി വിക്ക് എന്തോ ഒരു ചെറിയ കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് അവളെ അവിടെ പിടിച്ച് നിർത്താനുള്ള ഓപ്ഷൻ ഇല്ല. സോ ഞാൻ മേലെ വന്ന് മേലെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലത്തെ ടി വിയും നമ്മൾ കുറേ നാളായി ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് നല്ല സ്ലോ ആണ്. പിന്നെ വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ ഒന്ന് വെള്ളം കുടിച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പരമാവധി വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഈയിടെയായിട്ട് നല്ലപോലെ വെള്ളം കുടി കുറവായിരുന്നു. അപ്പോൾ യൂറിനിൽ നമ്മുടെ കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പം. അപ്പോൾ വെള്ളം കൂടി നല്ലപോലെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു പെയിൽ യെല്ലോ കളർ അങ്ങോട്ടേക്ക് മാറി വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുമ്പം ഒന്ന് പറയണം, എന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ബോട്ടിൽ ഫുള്ളി അല്ലെങ്കിൽ എന്തായാലും ഇച്ചിരിയൊക്കെ മാത്രമേ ബാക്കി ഉണ്ടാവാറുള്ളൂ. നല്ല പോലെ പൊടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ക്ലീനാക്കാൻ പറ്റാത്ത കുറേ ദിവസമായി. സോ ഞാൻ ഒരു ദിവസം എന്താ പറയുക, വർക്കൊക്കെ മാറ്റി വെച്ച് മെനക്കെട്ട് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറേ ദിവസം നിൽക്കും. മുകളിൽ നമ്മൾ എന്താ പറയുക, ചെറുതായിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അധികം അങ്ങനെ പൊടി പിടിക്കാനുള്ള സാധ്യത, പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ നമ്മുടെ റൂമിൽ എന്തായാലും നല്ലപോലെ പൊടിയും മുടിയും ഒക്കെ ഉണ്ടാകും, കാരണം എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. ബാക്കി റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഒന്നും അത്ര പൊടി ഉണ്ടാവില്ല. അങ്ങനെ ഇത് വൃത്തിയാക്കാനാണ് പാട്.
നമ്മുടെ അവിടുത്തെ ആ ഒരു വിൻഡോ ഉണ്ടോ, ആ വിൻഡോൻ്റെ ആ സൈഡിൽ തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ സംഭവം വരുന്നുണ്ട്. എനിക്ക് പ്രോപ്പർലി കൈയിട്ട് അങ്ങോട്ടേക്ക് ക്ലീൻ ആക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നമ്മുടെ സിറ്റ് ഔട്ട് വഴി ഇറങ്ങിയിട്ടാണ് ഞാൻ അവിടെ ക്ലീൻ ആക്കാറുള്ളത് എപ്പോഴും. പക്ഷെ ഇപ്പം അവിടെ ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ അധികം പൊടിയൊന്നുമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ കണ്ടില്ലേ, ചെക്ക് ചെയ്യാണ് പൊടി ഉണ്ടോയെന്ന്. കാരണം നമ്മൾ ഈ ഫാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ മുകളിലേക്ക് കാറ്റടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എനിക്കല്ല, കുട്ടമ്മന് മോസ്റ്റ്ലി എപ്പോഴും അലർജിക് പ്രോബ്ലംസ് ഉള്ള ആളാണ്. അതുകൊണ്ട് ആ സൈഡൊക്കെ എപ്പോഴും ഞാൻ ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാനത് ക്ലീനാക്കുമ്പം ആ സൈഡ് വഴി ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ വിട്ടു. അതിലിടയ്ക്ക് എനിക്ക് കുറച്ച് മെസ്സേജും കാര്യങ്ങളും ടാബിൽ ഐപാഡിൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പണിയും വർക്കും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ നടക്കുന്നുണ്ട് കാര്യമായിട്ട്. സോ അങ്ങനെ നമ്മുടെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടിച്ചുവാരലാണ് മെയിനായിട്ട്. ഇനി അടിച്ചു വാരി ഒന്ന് തുടച്ചിടണം. തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം മോസ്റ്റ്ലി കൂടുതൽ ദിവസവും അടിച്ചു വാരി ഇട്ടാൽ പൊടി അങ്ങോട്ടേക്ക് പോവും. സോ ഞാൻ ഇന്ന് തുടയ്ക്കേണ്ട ദിവസമാണ്. അത് ഷുട്ടുവിൻ്റെ പോട്ടി സീറ്റാണ്. ഞാനിപ്പോഴും അവൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോട്ടി സീറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവെക്കും. എന്താ വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ബാത്റൂമും ഇതൊക്കെ യൂസ് ചെയ്യുമല്ലോ. എനിക്ക് അങ്ങനത്തെ OCD പ്രശ്നങ്ങൾ അവളുടെ കാര്യത്തിൽ കുറച്ചധികം ഇപ്പം ആഫ്റ്റർ ഡെലിവറി എനിക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളും സ്ഥലങ്ങളും അവൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ എന്നാലും എത്ര ക്ലീൻ ആക്കിയതാണെങ്കിലും നമ്മുടെ വീട്ടിലത്തെ പോലത്തെ ഹൈജീൻ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അവൾ അവിടെ ഇരുന്നിട്ട് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തും അവളുടേതായ പോട്ടി സീറ്റ് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഹോളിൽ പിന്നെ മൊത്തം ഇവളുടെ കളിപ്പാട്ടവും സാധനങ്ങളുമാണ്. സൈക്കിളൊക്കെ മേലെ കയറ്റി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് ആൾ യൂസിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കിള് ചെറുതായിട്ട് വീണു സൈക്കിളിൽ നിന്ന്. താടിയുടെ അവിടെയൊക്കെ പൊട്ടി. അപ്പം അവൾക്ക് യൂസ് ചെയ്യാനും കയറാനും ഭയങ്കര പേടി തുടങ്ങി. അപ്പോൾ താഴെ ഇട്ടിട്ട് പിന്നെ വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മുകളിൽ നമ്മുടെ പുറത്തെ സിറ്റ് ഔട്ടിൽ നമ്മൾ ആറിയിടുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ കയറ്റി ആൾക്ക് ആ ഒരു പേടി ഇപ്പം പോയിട്ടുണ്ട്. ഹോളിൽ നിന്ന് തന്നെ മേലേന്ന് തന്നെ ഞാൻ ചെറുതായിട്ട് ഓടിപ്പിച്ച് കൊണ്ടുവന്നു. ഇപ്പം ആൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഇനിയും വീണ്ടും എടുത്തിട്ട് താഴെ ഇടണം. അപ്പോൾ അതിലിടയ്ക്ക് ഇവിടെ തന്നെ ഇരുന്നു. അടിച്ചു വാരലും തുടക്കലൊക്കെ അത് ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇനിയാണ് മെയിനായിട്ടുള്ള പരിപാടി, നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റലാണ്. അത് ഞാൻ ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റും. ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അടിച്ചു വാരുന്നതിന് മുന്നേ ബെഡ്ഷീറ്റ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. കാരണം എന്തായാലും ബെഡിൽ അടിച്ചു വാരുന്ന സമയത്ത് മുകളിലേക്ക് പൊടി പാറി പൊടിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. നല്ലതാണ്, പ്യുവർ കോട്ടണാണ്. നല്ല അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു, ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ളത്. വേറെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പില്ലോ കവറിന് ചെറിയൊരു ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര നല്ലതാണ്. ഞാൻ വാഷ് ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു കേട്ടോ.
ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഇതാണ് ഏറ്റവും വലിയ പണിയുള്ള പണി. ഈ ബെഡ്ഷീറ്റ്സൊക്കെ ഉള്ളിലേക്ക് ആക്കി കവർ ചെയ്ത് വെക്കുക എന്നുള്ളത്. കാരണം ഇത് ഭയങ്കര ഒരു ഫിറ്റഡ് ബെഡാണ്. നമ്മുടെ കട്ടിലിന് പറ്റിയ ആ ഒരു സൈസിൽ പണിയിച്ചെടുത്ത ബെഡായതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി താഴ്ത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു ചീർപ്പ് വെച്ചിട്ട്, അതായത് നമ്മുടെ തല ചീകുന്ന ചീർപ്പ് വെച്ചിട്ടാണ് പതുക്കെ ഇതിങ്ങനെ താത്തി താത്തി കൊടുക്കുക. അതെനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പായിരുന്നു, ഇവിടുത്തെ അമ്മ. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക ടിപ്പാണത്. അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ സംഭവങ്ങളും പുറത്താവാണ്ട് ഉള്ളിലേക്കാക്കിയിട്ട് കവർ ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരുമ്പോഴേക്കും അമ്മ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ കേക്കായിരുന്നു അത്, അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സോ അതും ഒരു കഷ്ണം എടുത്തു. കാരണം ഇതെല്ലാം കൂടെ തടച്ചടിച്ച് വരുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. സോ അത് കഴിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ പരിപാടിയിലേക്ക് നീങ്ങി ഇന്നിടാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും. അതിനിതാ നമുക്കിന്ന് മത്തിയായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഫുള്ളി വേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഷുട്ടൂന് ഫുഡ് കൊടുക്കാനുള്ളൊരു സമയമൊക്കെ ആവും. ഞാൻ പകുതി വരെ ആളെ കൂട്ടിയിട്ട് വന്നതാണ്. പക്ഷേ പകുതിക്ക് നേരെ പിന്നെയും മേലോട്ടേക്ക് പോയി. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഇതാ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്താണാവോ സംഭവം. ഇനിയിപ്പോൾ ഇവൾക്ക് ചോറൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഫുഡ് കഴിക്കാറാവും. ഇത് അപ്പുറത്തെ വീട്ടിലെ ഒരു ചാച്ചിയാണോ? അയ്യോ എൻ്റെ ഡ്രസ്സ്. ചാച്ചിയല്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണോ? ബൈ ബൈ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഷുട്ടു ഇങ്ങോട്ട് വാ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഷുട്ടൂനുണ്ടല്ലോ യൂട്യൂബിൽ കുറേ ആൻറ്റിമാർ ഷുട്ടൂനോട് അന്വേഷണം പറയണോന്ന് പറഞ്ഞു, ചോദിച്ചിനെന്ന് പറയണോ. ഷുട്ടൂനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പറഞ്ഞു. ഷുട്ടു ഹായ് പറയാ അവരുടെ അടുത്തല്ല. ഹായ് ആൻറ്റിമാരേ പറഞ്ഞു. അത് അതല്ല, ഹായ് ആൻറ്റിമാരേ. I love you too പറഞ്ഞു. I love you too പറയപ്പാ, നേരെ പറ. ഇംഗ്ലീഷ് ശരിയാ. ഒരു ഫ്ലൈങ് എല്ലാവർക്കും സുഖാണോ ചോദിച്ചു നോക്കിയാട്ടെ. നമ്മളെ വീഡിയോ ഒക്കെ കാണണം പറ എല്ലാരും. ഇനി നമ്മളെ വീഡിയോസ് ഒക്കെ കാണണം നേരെ പറ. എന്നാലും അവര് വീഡിയോസ് ഒക്കെ കാണും. അല്ലെ പിന്നെ ഷുട്ടൂനെ ആരും കാണൂല. പറ. നമ്മളിന്ന് വൈകുന്നേരം എവിടെ പോന്നേന്ന് പറഞ്ഞാല് ഷാർക്കിനെ കാണാനല്ല നമ്മൾ പോണെ, പാർക്കിലാണ് നമ്മൾ. ഓക്കെ,
എല്ലാരോടും പറ എൻ്റെ വീഡിയോ കാണണേന്ന് പറ. അത് കൊണ്ടുപോകില്ല. നേരെ പറ. സോറി ഗൈസ്, ഇതാണ് അവസ്ഥ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഐ ലവ് യു. ഹാർട്ട്. വെരി ഗുഡ്. അവർ കേൾക്കും. അമ്മ വീഡിയോ ഇടുമ്പോൾ അവർ കേൾക്കും. ഉച്ചയാവാൻ വേണ്ടി ഞാൻ എന്തായാലും ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. വേറൊന്നുമല്ല, എനിക്ക് ഇവിടുത്തെ അമ്മയുടെ ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉച്ചയാവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റാണ് അമ്മേൻ്റെ ഓരോ ഫുഡ്. അത് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട്, പിന്നെയും എടുത്ത് പറയുന്നേ ഉള്ളൂ. എനിക്കിപ്പം ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോ ഇടാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാന്നാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സൺഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നോക്കണം എന്ന് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അത്. ഒരു കറിയാണെങ്കിലും നമുക്ക് കൂട്ടി ലാസ്റ്റ് വെച്ച് ചോറിടാൻ പറ്റും. ഞാൻ തൈരും മീൻകറിയും ഫിഷ് ഫ്രൈയും പിന്നെ എന്തായിരുന്നു നമ്മുടെ പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് പപ്പായ ഉപ്പേരിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീച്ച് റെഡിയാവാൻ തുടങ്ങി. അത് നമുക്ക് ഷുട്ടിനെയും കൊണ്ടും ചെറുതായിട്ടൊന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായി ആളെ പുറത്തേക്ക് പോകാറുണ്ട്, പക്ഷേ ഇങ്ങനെ കളിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. പിന്നെ നമുക്ക് ഇവിടെ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിൽ അവളെ വിടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. സോ നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോപ്പായിട്ടുള്ളൊരു പോക്കായിരുന്നു കേട്ടോ. ഈ റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന പാർക്കൊക്കെ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മീൻസ് അത് ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള പാർക്കായിരുന്നു. സോ അവിടുന്ന് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അതിലിടയ്ക്ക് നമ്മൾ കാറ് കയറിയപ്പോൾ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നാത്തൂൻ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വൈഫ് എനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയണ്ടായിരുന്നില്ല, അവളും കുട്ടപ്പനും കൂടെ പ്ലാൻ ചെയ്ത് അയച്ചതായിരുന്നു. അപ്പം ഞാനത് വന്നപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ടൈറ്റാൻ്റെ ഒരു വാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഐ എം എ ഹ്യൂജ് വാച്ച് ലവർ. എനിക്ക് കൂടുതലൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ അടുത്തുള്ളതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ്. സോ അങ്ങനെ അത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കൈയോടെ തന്നെ. സോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. കട്ട്ലറ്റും ചായയും കഴിക്കാമെന്ന് ചോദിച്ചു. ഞാനധികം പുറത്തുനിന്ന് കഴിക്കുന്ന സാധനമാണ് കട്ട്ലറ്റ്. കാരണം ഷുട്ടുക്കും അതാണ് ഇഷ്ടം, അവൾക്ക് കഴിക്കാൻ കുറച്ചും കൂടെ കംഫർട്ടും അതാണ്. ആളുടെ മൂഡ് വലിയ ശരിയില്ല, എനിക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു കുഷ്യൻ്റിലാണുള്ളത്. അങ്ങനെ ഞാൻ അവൾക്ക് ഹോർലിക്സ് ഒരു വിത്തൗട്ട് പറഞ്ഞു. ഞാൻ ഹോർലിക്സിലും ബൂസ്റ്റിലൊന്നും ഇപ്പോഴും മധുരം ഇടാൻ തുടങ്ങിയിട്ടില്ല. കാരണം അതിൽ ഓൾറെഡി ആഡഡ് ഷുഗർ ഉള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് തീരെ ഷുഗർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അതിൽ ഓൾറെഡി ആഡഡ് ഷുഗർ ഉണ്ടാവും. സോ നമ്മളും കൂടെ അതിലിട്ട് ഓവർ ഷുഗർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്ക് ഷുഗർ ഇല്ലാണ്ടാണ് എപ്പോഴും വിത്തൗട്ടാണ് വാങ്ങിക്കാറുള്ളത്. എന്നാൽ തന്നെ ഭയങ്കര മധുരം ഉണ്ടാവും.
അങ്ങനെ നമ്മൾ പോകുന്ന പോക്കിൽ ആ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഷുട്ടു ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ട്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിൻ പോകുന്നതും ഫ്ലൈറ്റ് പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ അത് നോക്കിയിരിക്കുവാണ് ആൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബീച്ച് പാർക്ക് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത് ബിക്കോസ് ഓഫ് റെഡ് അലേർട്ട്. അപ്പോൾ നമ്മൾ വേറെ ഷുട്ടുവിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള വേറൊരു പാർക്കുണ്ട്, അപ്പോൾ അവിടത്തേക്ക് വന്നിട്ടാണുള്ളത്. ഇവിടെയും നമ്മൾ എത്തിയ സമയത്ത് നല്ല ടൈമിംഗ് ആയിരുന്നു. മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മൾ ഇറങ്ങലും മഴ ചാറലും ഒരുമിച്ചായിരുന്നു. സോ നമ്മളവിടെ ഒരു സ്ഥലത്ത് കയറി നിന്നു. മഴയൊക്കെ കുറച്ചൊന്ന് ചോർന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ചുട്ടൂന് ഓൾറെഡി കോൾഡ് പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊരു ടവലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക്, ഇൻ കേസ് എന്തെങ്കിലും മഴയോ എന്തെങ്കിലും ഉണ്ടാവുകയാണോ എന്ന് അറിയില്ലല്ലോ നമുക്ക്. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട നമ്മൾക്ക് വണ്ടിയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല. സോ പുറത്തിറങ്ങിയപ്പോഴാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനത്തെ വലിയൊരു പോണ്ടൊക്കെ ഉണ്ട്, ഫുള്ള് വലിയ ഫിഷ് ഉള്ളത്. ഈ ഫിഷിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അധികം ഇങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ ചോർന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടു. കാരണം ഈ സമയത്ത് നല്ല ബ്ലോക്കാണ്. ഇപ്പം വടകര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലമായിട്ടാണ് ഇപ്പം അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിലൊന്നും എന്തായാലും നീങ്ങാൻ പറ്റില്ല അവിടുന്ന്. അതിനിതാ നമ്മൾ ഒരാൾ വരുന്നുണ്ടായിട്ടില്ല പാർക്കിൽ നിന്ന്, പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൂട്ടി ഇങ്ങോട്ട് ഓടിയതാണ്. ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോവാം ഇവിടെ പോവാം, ഇനിയും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അടുത്തത് നമ്മൾ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ നാളായി നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട്. കുറേയെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു കുറേ നാളായി ആക്ച്വലി. അങ്ങനെ നമ്മളിവിടെ യമ്മിയിൽ പോകാമെന്ന് വെച്ചു. യമ്മി ഫ്രൈഡ് ചിക്കൻ ഇവിടെ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ബൺ കഫേ. അവർ നമ്മളെ കാണണ്ട, കാരണം നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ യമ്മിയിൽ വരാമെന്ന് വിചാരിച്ചു. നല്ലൊരു ആംബിയൻസ് ആട്ടോ, നല്ലൊരു ആംബിയൻസ് മാത്രമല്ല, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല ഫുഡ്. നമ്മുടെ നാട്ടിൽ പിന്നെ KFCൻ്റെ കാര്യമൊന്നും ഇപ്പോൾ പറയാത്തതാണ് നല്ലത്. വളരെ അബദ്ധമാണ്, ഭയങ്കര റേറ്റുമാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവരൊക്കെ സെർവ് ചെയ്യുന്ന ഫുഡ് ഇസ് അമേസിങ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവള് ചെറുതായിട്ട് എൻ്റെ അടുത്ത് ടാബൊക്കെ വാങ്ങിയിട്ട് എന്തോ ഗെയിം, ഇതൊക്കെ എങ്ങനെയാണ് കളിക്കാൻ പഠിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കിതൊന്നും അറിയാനുണ്ടായിരുന്നില്ല. ഇവള് തന്നെ സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയോ അതിനെ മേക്കപ്പ് ചെയ്യുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അതിനെ മുടി ചീകുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിനോദം.
അങ്ങനെ ഞാനൊരു ഫ്രൈഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു ഫസ്റ്റിൽ തന്നെ. കുട്ടപ്പൻ അധികം കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ സ്മോൾ ഫ്രൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രൈസും നല്ല ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവേ കഴിക്കുന്ന ഫ്രൈസിൻ്റെ അത്ര ഉപ്പും കാര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. അതും വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് പിന്നെ ഇതൊന്നും വേണ്ട, നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാതെ ഇല്ല, ഓൺലി ഹോംലി ഫുഡ്. അപ്പോൾ അങ്ങനെ അത് വന്നു. ഞാൻ പെപ്സിയും കഴിച്ചിട്ട് കുറേ നാളായി. സോ അങ്ങനെ പെപ്സിയും ഫ്രൈഡ് ചിക്കനും വന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അവരുടേത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിലേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഭയങ്കര എന്താ പറയുക, ഫുള്ളി ഒരു ആക്റ്റീവ് ആൻഡ് ഫുൾ ഓണായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്കും കൂടെ കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഭയങ്കര എന്തോ ഒരു ഇത് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു വായിൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.